ഹലോ എവരിവൺ. അപ്പോൾ ജുറാസിക് വേൾഡ് റീബർത്ത് മൂവി കണ്ടു. സോ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒരു ആവറേജ് മൂവി. അതായത് നമുക്ക് സ്റ്റോറിയൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. അതായത് നമ്മളിതുവരെ കണ്ടു മറന്ന സ്റ്റോറി തന്നെ. ഇപ്പോൾ ജുറാസിക് പാർക്ക് മുതൽ, അതായത് ജുറാസിക് പാർക്ക് എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ 7 മൂവി, ഇത് 7th ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇപ്പോൾ ഒരു 7 മൂവി എടുത്താലും എൻ്റെ ഫേവറേറ്റ് അത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയ ലോസ്റ്റ് വേൾഡും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. ഈ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് വളരെ രീതിയിൽ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ട് കളഞ്ഞ പോലെ ആയിപ്പോയി. അതായത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇതാണ് നമുക്ക് മീൻസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ഉള്ളൂ. അല്ലെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടു മറന്ന പോലെ, അതായത് സയൻറ്റിസ്റ്റുകൾ വരുന്നു, സയൻറ്റിസ്റ്റുകളാണ് പ്ലസ് അവരൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വരുന്നു. അതിലൊരു സയൻറ്റിസ്റ്റ് നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ്. സോ അത് തന്നെ. പിന്നെ ഇതിൽ കുറേ ചേസിങ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ ഗംഭീരമാണ്. പിന്നെ ഉള്ളത് ഈ ഡിനോസറിനെ കാണിക്കുമ്പോൾ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സീനാണ്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. ഈ പടം മോശമാണെന്ന് ഉള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷേ ഒരു ആവറേജ് മൂവി. പിന്നെ ഇന്ന് ഞങ്ങൾ ഫിലിം കാണാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യാം. അതായത് ഞങ്ങൾ 3D മൂവിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ സീനൊക്കെ 3D ഒന്നും വർക്ക് ചെയ്യാനുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് അവർ റെഡിയാക്കി പഴയ പോലെ ആക്കി തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇൻ്റർവെല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും ആ സെയിം അവസ്ഥ തന്നെ. അതായത് 3D ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഒരു ഡബിൾ ഇമേജ് ആയിട്ടൊക്കെ ഒന്നും ക്ലിയർ ആകാത്ത രീതിയിൽ. 3D കണ്ടിട്ട് ഇതേപോലെ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഈ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മോശം അഭിപ്രായം എനിക്കില്ല. എന്തായാലും തിയേറ്റർ വാച്ച് തന്നെയാണ്. പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഫിലിം തന്നെയാണ്, അതിലൊരു തർക്കമില്ല. So go and watch in theaters. Okay.